ഗൈസ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വീണ്ടും ഒരു അപ്സൈക്കിൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതെൻ്റെ ഒരു 19s ടോപ്പായിരുന്നു, പഴയ ഒരു ടോപ്പായിരുന്നു കേട്ടോ. അത് നമ്മളൊരു പുതിയ 20s ടോപ്പിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനൊരു ഡ്രോയിങ്സൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആവില്ലേ എന്നുള്ളത് നമുക്ക് കാണാമല്ലോ. അതുകൊണ്ട് ഞാൻ ഡ്രോയിങ് ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഇങ്ങനെ ആ ഒരു ഫ്രണ്ടത്തെ ആ പോർഷൻ്റെ ബാക്കിയായിട്ട് വന്നിട്ട് ഇങ്ങനെ കെട്ടുന്ന രീതിയിൽ കൊടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ, വേറെ സപ്പോർട്ടിംഗ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രിൽസിൻ്റെ അവിടെ താഴെ മാത്രം ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് വരുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെഷർമെൻറ്റ്സാണ് വേണ്ടത് നോക്കാം. ഫസ്റ്റ് ഇത് നെക്കാണ്. നെക്ക് എത്ര ഡെപ്ത് ആവാം എന്ന് വരുന്ന രീതിയിൽ ഇവിടെ വേണം. പിന്നെ ഈ സൈഡ് വരുന്നത് അണ്ടർ ബസ്റ്റാണ്. അണ്ടർ ബസ്റ്റും പിന്നെ അതുപോലെ തന്നെ അണ്ടർ ബസ്റ്റിന് എത്ര റൗണ്ട് വേണ്ടത്, അതായത് അവിടുത്തെ എത്ര വിടുത്ത്, അതും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഒപ്പം ചെസ്റ്റും. പിന്നെ ഇത് നമ്മൾ ലെങ്ത്താണ്, അതായത് ടോട്ടൽ നമുക്ക് ആ ടോപ്പിൻ്റെ എത്ര ലെങ്ത്താണോ വേണ്ടത് അതാണ് അതെടുക്കുന്നത്. അപ്പം ഇതല്ലേ എൻ്റെ ടോപ്പ്. എൻ്റെ ടോപ്പ് ഞാനൊന്ന് അതിൻ്റെ ആ താഴത്തെ പോർഷനല്ലേ കുറച്ച് വിടുത്ത് വരുന്നത്, അപ്പം ഞാൻ അതന്നെ ലോവർ പോർഷൻ ആക്കാം എന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴത്തിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും പിന്നെ അതുപോലെ അത് സ്ട്രെയിറ്റ് അല്ലല്ലോ, അതുകൊണ്ട് അത് ഒന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനിതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ താഴത്തേക്കുള്ള ആ ഒരു ടോപ്പിൻ്റെ താഴത്തെ പോർഷനിൽ ഫ്രിൽസ് വരുന്ന രീതിയിൽ ആ ഒരു പോർഷൻ ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതായത് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. എൻ്റെ ഫുൾ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റേത് കേട്ടോ, എൻ്റെ സൈസിനനുസരിച്ച് ഞാൻ ഫുൾ ലെങ്ത്ത് അതിൽ 20 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെക്ക് 6, അണ്ടർ ബസ്റ്റ് 12, 12ൻ്റെ ആ റൗണ്ടാണ് 28. അതുപോലെ ചെസ്റ്റ് 32 ആണ് കേട്ടോ വരുന്നത്. അപ്പം 32.5 ആയിട്ടാണ് ഞാൻ റൗണ്ടാക്കിയിട്ട് 32 എടുത്തു. കാരണം നമ്മളിത് കുറച്ച് ലൂസിൽ വരുന്നതല്ലേ. അപ്പം ഞാനൊന്ന് ടൈറ്റായിട്ട് നമുക്ക് കെട്ടി കൊടുക്കുന്നതായതുകൊണ്ട് ഒന്ന് ടൈറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് 32 കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഈ താഴത്തെ ഈ ഫ്രിൽസ് വരുന്ന ആ ഒരു സൈഡിലെ ലോവർ പോർഷൻ അതാണ് ഫസ്റ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ആ ഒരു അണ്ടർ ബസ്റ്റ് ഒന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ ചെസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് 20 ആയിരുന്നു. ആ 20ന്ന് ആ ഒരു അണ്ടർ ബസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്കൊരു 8 അങ്ങനെയാണ് കിട്ടുന്നത്. അതെ, 20 - 12 38 കിട്ടുന്നത്. അപ്പോൾ ആ 8 ആണ്. ആ 8ഉം സൈഡിൽ താഴെ വരുന്ന ഈ പോർഷൻ, ആ താഴെ വരുന്നത് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് 8 ആയിരിക്കും. ഇവിടുന്ന് താഴത്തേക്ക് ആ ഒരു 8 ഇഞ്ചേ വേണ്ടുള്ളൂ. അങ്ങനെ എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ടത്തെ ആ ടോപ്പ് പോർഷൻ നമ്മൾ നെക്കിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അന്ന് കർവ് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സീം അലവൻസ് വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറച്ച് സീം അലവൻസ് കൊടുത്തിട്ടാണ് നമ്മളത് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അപ്പർ ബോഡിയാണ്. അപ്പർ ബോഡിയത്തെ വരുന്ന രീതിയിൽ. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ മെഷർമെൻറ്റിനനുസരിച്ചിട്ടല്ലേ നമ്മൾ സൈഡിൽ താഴത്തേക്കുള്ള കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെ വരുന്ന രീതിയിൽ നമ്മൾ മെഷർമെൻറ്റ് എടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ അണ്ടർ ബസ്റ്റിൻ്റെ അവിടെ 12 ആയതുകൊണ്ട് 12 എടുത്തു. 12ൻ്റെ റൗണ്ടിനനുസരിച്ചിട്ടാണ് അതിനനുസരിച്ചിട്ടാണ് താഴത്തെ ആ ഒരു വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്ക് മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. നെക്ക് കണ്ടോ 6 ആയതുകൊണ്ട് ഞാൻ 6ൽ കൊടുത്ത് ഇങ്ങനെ കർവ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ആംപിറ്റും കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റും ഇതുപോലെ തന്നെ നമ്മൾ അപ്പർ ചെസ്റ്റിനെ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു മെഷർമെൻറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ബാക്ക് നമ്മളിങ്ങനെ കെട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് വിചാരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഈ ഒരു കാണുന്നത് പോലെ നമ്മളതൊന്ന് മാക്സിമം കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. സ്ട്രെയിറ്റ് അല്ല, കുറച്ചൊരു ചെരിവ് വരുന്ന വലുതെന്ന് ഇങ്ങനെ ചെറുതിലേക്ക് പോകുന്ന രീതിയിലൊരു അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ വരച്ചിട്ടെടുക്കാനും. അപ്പോഴേ ഉള്ളൂ കെട്ടുന്ന സമയത്ത് അത് ഓക്കെ ആവാം. എന്നിട്ട് ഇതുപോലെ സീം അലവൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. കട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ സ്ട്രെയിറ്റ് മേലോട്ട് വരുന്ന രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കാണുന്ന ലുക്കാണ് കിട്ടുന്നുണ്ടാവുക. ഇതിപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് നമ്മൾ ഫോട്ടോയിൽ വരച്ചിട്ടുണ്ടായിരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിലല്ലേ. സോ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിലായതുകൊണ്ട് ബാക്കിലെ ആ ഒരു ഷേപ്പിംഗ് ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. അത് ഫുൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഗ്യാതറിങ് ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. ആ താഴത്തെ ആ ലോവർ പോർഷൻ നമ്മൾ ജസ്റ്റ് ഒരൊറ്റ സ്റ്റിച്ച് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്കതിൽ 2 ത്രെഡല്ലേ വരിക. അതിൽ ഒരൊറ്റ ത്രെഡ് നമ്മളിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഫ്രിൽസ് ആയിട്ട് വരും. അതിനെയാണ് നമ്മൾ ഗ്യാതറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഒരു സൈഡിൽ ചെയ്തിട്ടുള്ളതാണ്. അടുത്ത സൈഡിൽ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് വരാം. അങ്ങനെ അതും കൂടി ചെയ്തതിന് ശേഷം നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഫ്രണ്ടത്തെ പോർഷനിൽ 2 സൈഡിലും ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം ഗ്യാതറിങ് ആയതുകൊണ്ട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കാമല്ലോ. സോ നമുക്ക് അല്ലെങ്കിൽ ഒരു സൈഡിൽ കുറേ ഗ്യാതറിങ്, ഒരു സൈഡിൽ കുറച്ച് അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതാണ് ആ ഗ്യാതറിങ് ചെയ്തിട്ടുള്ള ലുക്ക്. എനിക്ക് എവിടെയോ എന്തോ ഒരു തകരാറുള്ളത് പോലെ ഉണ്ട്. കാരണം ഇത്രയും നെക്ക് ഡീപ്പായോ എന്നൊക്കെ ഒരു ഡൗട്ടല്ലായിരുന്നു, അത് കറക്റ്റായിരുന്നു. നെക്ക് കുറച്ച് ഡീപ്പായി. കാരണം എന്താ വെച്ചാൽ നമ്മളത് കെട്ടുന്നതല്ലേ. അപ്പോൾ ഞാൻ അത്ര ആലോചിച്ചില്ല, കുറച്ചും കൂടി മേലോട്ട് വേണമായിരുന്നു. കെട്ടുന്നതായതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് നെക്ക് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് ലൈനിങ് പോലെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്തു. അപ്പം നെക്ക് കൂടിപ്പോയതുകൊണ്ട് തന്നെ ഞാൻ അത് കണ്ടോ ഒരു പീസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമൻറ്റിൽ അറിയിക്കണേ. ടാറ്റാ, ബൈ ബൈ.